Hi dear students, welcome back to Accobits. അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. പ്രധാനമായിട്ടും 3 ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്: ക്യാഷ് ബേസിസ്, എക്രൂവൽ ബേസിസ് ആൻഡ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് ബേസിസ്. ഫസ്റ്റ് വൺ, ക്യാഷ് ബേസിസ്. റെക്കോർഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് റിസീവ് ചെയ്താലും പേ ചെയ്താലും മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്യാഷ് ബേസിസ്. Second one, accrual basis. Record when income is earned or expenses incurred. ക്യാഷ് റിസീവ് ചെയ്താലും പെയ്ഡ് ചെയ്താലും മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്. 2 കാര്യങ്ങൾ കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്: ഇൻകം ഈസ് ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്വേർഡ്. ഇൻകം ഏൺഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെയായിട്ടും അത് റിസീവ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എക്സ്പെൻസ് ഇൻക്വേർഡ് ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. എക്സ്പെൻസ് അവിടെ ഇൻക്വയർ ആയിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും നമ്മൾ പേ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യങ്ങൾ കൂടി റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് എക്രൂവൽ ബേസിസ്. ഇതിന് ഉദാഹരണം എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ക്യാഷ് ബേസിസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ റെന്റ് പേ ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിൽ എന്ത് ചെയ്യും? ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ ആ ഒരു ഫുൾ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും ക്യാഷ് ബേസിസിൽ, അല്ലേ? പക്ഷേ ഈ ഒരു 10,000 രൂപയിൽ 5,000 രൂപ മാത്രമേ നമ്മൾ റെന്റ് പേ ചെയ്തിട്ടുള്ളൂ ആ മാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബേസിസിൽ നമ്മൾ എന്തേ ചെയ്യുള്ളൂ? ഈ ഒരു 5,000 റുപ്പീസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. പേ ചെയ്യാത്ത റെന്റ് നമ്മൾ ക്യാഷ് ബേസിസ് ആണ് ഫോളോ ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും റെക്കോർഡ് ചെയ്യൂല. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ബേസിസ് ആണ് എക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റത്തെ കേസ് എന്താണ്? 10,000 റുപ്പീസ് നമ്മൾ റെന്റ് പേ ചെയ്തു. ഈ ഒരു കേസിൽ എന്താണ്? റെക്കോർഡ് ഫുൾ എമൗണ്ട്. നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താണ്? ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ പേ ചെയ്യണുള്ളൂ. അപ്പം ഈ ഒരു എക്രൂവൽ ബേസിസിൽ നമ്മൾ ഈ ഒരു 5,000 മാത്രമല്ല റെക്കോർഡ് ചെയ്യുക, 10,000 നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം ആ ഒരു മന്തിലുള്ള റെന്റ് എന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? 10,000 ആണ്. അപ്പം ആ ഒരു 10,000 എന്നുള്ള ആ ഒരു എക്സ്പെൻസ് നമ്മൾ ഫുൾ ആയിട്ട് തന്നെ കാണിക്കണം എന്നുള്ളതാണ് എക്രൂവൽ ബേസിസിന്റെ ഒരു റൂളിൽ പറയുന്നത്. ഓക്കെ, അപ്പം റെക്കോർഡ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു മാസത്തെ കൊടുക്കാത്ത എക്സ്പെൻസസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റെക്കോർഡ് ചെയ്യും എക്രൂവൽ ബേസിസിൽ. ഓക്കെ, ക്ലിയർ? ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് മെത്തേഡ്. ഇവിടെ നമ്മൾ ഈ ഒരു ക്യാഷ് ബേസിസിന്റെയും എക്രൂവൽ ബേസിസിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് നമ്മൾ എക്രൂവൽ ബേസിസിലാണ് റെക്കോർഡ് ചെയ്യണത്. ഇൻകം നമ്മൾ ക്യാഷ് കിട്ടിയാൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? നമ്മൾ ആ ഒരു മാസത്തെ എക്സ്പെൻസസ് നമ്മൾ കൊടുത്താലും കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് ഹൈബ്രിഡ് ഓർ മിക്സ്ഡ് മെത്തേഡിൽ പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഓക്കെ, നമ്മളുടെ ക്യാഷ് ബേസിസ് ആൻഡ് എക്രൂവൽ ബേസിസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യുള്ളൂ, അല്ലെ? ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ക്യാഷ് പെയ്ഡ് ചെയ്താലും ക്യാഷ് റിസീവ് ചെയ്താലും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ എക്രൂവൽ ബേസിസിൽ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ക്യാഷ് കൊടുത്താലും ക്യാഷ് കിട്ടിയാലും റെക്കോർഡ് ചെയ്യും. അത് മാത്രമല്ല, ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിലും ക്യാഷ് കിട്ടാനുണ്ടെങ്കിലും അതുകൂടി റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ് എക്രൂവൽ ബേസിസ്. അതേപോലെ പ്രീപെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ്, എക്രൂഡ് തുടങ്ങിയിട്ടുള്ള കുറേ ടേംസ് വരുന്നുണ്ട്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഈ വർഷം തന്നെ പേ ചെയ്യാം. അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പെൻസ് ഇൻക്വയർ ആയിട്ടുണ്ട്, പക്ഷെ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. പക്ഷെ നമ്മളത് ഇതുവരെ ആയിട്ടും കൊടുത്ത് തീർത്തിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ്. എക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ഏൺഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടും നമ്മളുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള ടേംസ് ഒന്നും എവിടെ റെക്കോർഡ് ചെയ്യൂല? ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യൂല. പക്ഷെ എക്രൂവൽ ബേസിസിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ പറയണത്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡോൺ അസർട്ടൈൻ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വർഷത്തെ പ്രോഫിറ്റും ലോസും അസർട്ടൈൻ ചെയ്യാൻ കഴിയൂല ക്യാഷ് ബേസിസിൽ. പക്ഷേ എക്രൂവൽ ബേസിസിൽ നമുക്ക് പ്രോഫിറ്റും ലോസും കറക്റ്റ്ലി അസർട്ടൈൻ ചെയ്യാൻ കഴിയും. ഇനി ലീഗൽ പൊസിഷൻ ആണ് പറയുന്നത്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം റെക്കഗ്നൈസ് ചെയ്യാത്തതാണ് ക്യാഷ് ബേസിസ്. പക്ഷേ എക്രൂവൽ ബേസിസിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. സ്യൂട്ടബിലിറ്റി. ഈ ഒരു ക്യാഷ് ബേസിസ് ഏത് തരം
ബിസിനസ് ഓർഗനൈസേഷൻ ആണ് സ്യൂട്ടബിൾ ആവുന്നത് എന്നാണ് പറയുന്നത്. അതായത് NPOs നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ക്യാഷ് ബേസിസ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ അക്രൂവൽ ബേസിസ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബിസിനസ് ഓർഗനൈസേഷൻസിനാണ്. അപ്പം ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ്.